വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ സബോള ചമ്മന്തിയും തേങ്ങ ചട്നിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സബോള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉപ്പ്, ചൊറുക്ക, മുളക് പൊടി, കട്ട് ചെയ്ത സബോള. അത് മിക്സിയിൽ നന്നായി വെള്ളം ചേർക്കാണ്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. കണ്ട, സബോള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കാം. ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം, അതായത് തേങ്ങ ചട്നി. അതിനു വേണ്ടി ആവശ്യമായ നാളികേരം ചിരകിയത് 1 മുറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ചെറിയ ഇഞ്ചി, പാകത്തിന് ഉപ്പ്, മുളക് പൊടി, സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടിയാലും ബുദ്ധിമുട്ടാണ്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തതാണ് ഇതേപോലെ ആയി കിട്ടും നമുക്ക്. അത് ഉപ്പൊക്കെ നോക്കി പാകത്തിന് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം, ചാറ് കൂടുതൽ വേണമെങ്കിൽ. അല്ലെങ്കിൽ തിക്കായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. നമുക്കിനി അത് താളിച്ചെടുക്കണം. താളിക്കാനായിട്ട് വേണ്ടതാണ് വേപ്പില, കടുക്, വറ്റൽമുളക്. ഒരു ചെറിയ ചട്ടി വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. തീ കുറവിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക, എല്ലായിടത്തേക്കും പിടിച്ചോളും. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ലേശം എടുത്തിട്ട് നമ്മൾ താളിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചിറ്റിച്ചിട്ട് അതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുള്ളൂ. ഇത് നമുക്ക് മുളക് പൊടിക്ക് പകരം പച്ചമുളക് കൊണ്ടും നമുക്ക് ചട്നി ഉണ്ടാക്കാം. തേങ്ങ ചട്നി, തേങ്ങ ചട്നി, സബോള ചമ്മന്തി നല്ല ചൂടുള്ള ഇഡ്ഡലിക്കൊപ്പം നമുക്ക് ഒഴിച്ച് കഴിക്കാം. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ.